വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ബദരിയ യങ്മെൻസ് അസോസിയേഷൻ അതിൻ്റെ ആഭിമുഖ്യത്തിൽ 4ാം വാർഷികോത്സവം കൊണ്ടാടുകയാണ്. ബദരിയ യങ്മെൻസ് അസോസിയേഷൻ ഈ നാട്ടിൽ ഈ 4 വർഷം കൊണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ ഇവിടുത്തെ യുവാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ കർത്തവ്യം ഇവിടെ നമ്മോട് ഉപദേശിക്കാമെന്ന ബഹുമാനപ്പെട്ട വഹാബ് നഈമി അവർകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ വേദിയിൽ അണിനിരന്നിട്ടുള്ളവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സംസാരം കൂടുതൽ നീട്ടാതെ, യുവാക്കൾ നമ്മുടെ ഈ നാട്ടിന് വേണ്ടി വളരെ കുറേ കാലം മുമ്പ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ദീനിനെ സംബന്ധിച്ച് തീരെ വിവരമില്ലാത്ത നിലക്ക് ഇവിടെ ദീൻ എന്താണ്, ദുനിയാവ് എന്താണ് എന്ന് മനസ്സിലാകാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം കുറേ കാലം മുമ്പുണ്ടായിരുന്നു. റബ്ബിൻ്റെ തൗഫീഖോട് കൂടി നമുക്ക് ഈ നാട്ടിൽ ഒരു പള്ളിയും ഒരു മദ്രസയുമെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കീഴിൽ ഖുദരിയ ജുമാഅത്ത് പള്ളിയുടെ കീഴിൽ ഇവിടെ യുവാക്കൾ ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയ്ക്ക് ബദരിയ യങ്മെൻസ് എന്ന് പേര് വെക്കുകയും ആ സംഘടന വർഷത്തോളം ഇതുപോലത്തെ പരിപാടികളും അതുപോലെ തന്നെ ഇവിടുത്തെ വേറെ എന്തെല്ലാം ദീനിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്യുകയും സാധുക്കളെ സഹായിക്കാൻ വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയുടെ ഉദ്ദേശങ്ങൾ നന്നാക്കി കൊടുക്കുകയും അതിൽ ചേർന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹുവിൻ്റെ പൊരുത്തവും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥനയോടുകൂടി അവർക്ക് സ്വാഗതം പറയും. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ഈ സംഘടനയുടെ സംഘടനയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നർലടുക്ക എന്നവരാണ്. അദ്ദേഹത്തിലേക്ക് ഞാൻ ഈ സംഘടനയുടെ വകയായും നമ്മുടെ ഈ നാട്ടിൻ്റെ ജമാഅത്തിൻ്റെ പരമായും എല്ലാവരുടെ വകയായും ഞാൻ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഈ സംഘടനയ്ക്ക് മേൽനോട്ടം നൽകുന്ന, അതിനെ വേണ്ടതുപോലെ നയിച്ചു വരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഖതീബ് ഉസ്താദ് യൂസുഫ് സഖാഫി അവരുകളാണ്. അദ്ദേഹത്തിനും ഞാൻ ഈ സംഘടനയുടെ വകയിൽ സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്വാഗതം പറയാനുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് എത്രയോ നൂറുകണക്ക് മൈലിന് ദൂരത്തുനിന്ന് നമുക്ക് ഉപദേശം നൽകാൻ വേണ്ടി വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചു ഇവിടെ വന്ന് നമുക്ക് ഉപദേശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഞാൻ 1000 സ്വാഗതമരുളുന്നു. അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മോട് വരാമെന്ന് ഏറ്റ ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ബാംഗ്ലൂർ അത്യാവശ്യം പോകേണ്ടിയുള്ളത് കൊണ്ട് വരാൻ സാധ്യമല്ല എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ
നമ്മുടെ സ്റ്റേജിൽ അണിനിരന്ന ബദറുദ്ദീൻ സഖാഫി എണ്ണൂറ് അടുത്ത് എത്തുമെന്ന് വിചാരിക്കുന്നു. ബദറുദ്ദീൻ സഖാഫി, അതുപോലെ ഇസ്മായിൽ പടിപ്പിനങ്ങടി എണ്ണൂറ് ജുമാഅത്ത് പ്രസിഡന്റ്, മുഹമ്മദ് മദനി നിന്തിക്കല്ല് ഖത്തീബ് ഉസ്താദ്, അതുപോലെ MP മഹ്മൂദ് ഹാജി, സുലൈമാൻ സയദി, നമ്മുടെ അലക്കാടി ഖത്തീബ്, അബ്ദുറഹ്മാൻ ഹാജി, മഹ്മൂദ് സഖാഫി, സമാധി ഇമാം, അതുപോലെ തന്നെ ഷാഫി സഖാഫി കരിമ്പില, നമ്മുടെ മാജി പ്രസിഡൻറ്റിൻ്റെ മകൻ, അതുപോലെ മുഹമ്മദ് കുഞ്ഞി കൂണെടുക്ക, KM റഷീദ് ഹാജി ബെള്ളാരെ, ഇഖ്ബാൽ എരിമലെ, ഇസ്ഹാഖ് ഹാജി പാലവെള്ള. അവർ അനാരോഗ്യത്തിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അതുപോലെ അബ്ദുൽ ഗഫൂർ കൽമടുക്ക, നസീർ ദേവസ്യ, ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൌഫ് ഉള്ളരാടി, നമ്മുടെ ബദരി ആംഗുമൻസിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ ഇസ്മായിൽ മുഗറാണ് നമ്മുടെ ജമാഅത്ത് പ്രസിഡൻറ്റ്, CA അബ്ദുൽ ഖാദർ നമ്മുടെ ജമാഅത്ത് ഖജാൻജി, ഷാക്കിർ കരിമ്പില സെക്രട്ടറി, അബ്ദുൽ കരീം ചെന്നാർ അദ്ദേഹം എത്തുമെന്ന് വിചാരിക്കുന്നു, അബ്ദുള്ള ജീന്തികൽ, അതുപോലെ ഇവിടെ വേദിയിലും സദസ്സിലും ഹാജരായ എല്ലാ ആണ് പെണ്ണ് ചെറുത് വലുതിനും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് ആരംഭിച്ചു വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ സംസാരം ദീർഘിപ്പിക്കാതെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മുടെ വഹാബ് നഈമി അവர்கள் നമുക്ക് വേണ്ടി ഉപദേശം പറഞ്ഞു തരാൻ സമയം ദീർഘിപ്പിച്ചാൽ പിന്നെ വിഷമമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞ് ഞാൻ വിരമിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ ലാ യൻഫഉ മാലun വലാ ബനൂൻ ഇല്ലാ മൻ അതാ അല്ലാഹ ബിഖൽബിൻ സലീം. قال الله عز وجل مضى الدهر والأيام والذنب عاصل وجاء رسول الموت والقلب غافل. قال سيدنا مولانا محمد ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നെത്തിയ ബഹുമാനപ്പെട്ട നാം ഏവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നഈമി ഉസ്താദിൻ്റെ പ്രസംഗമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും അവരെയും കാക്കുമാറാകട്ടെ. അല്ലാഹു തആല യാത്രയുള്ള പ്രയാസങ്ങൾ അള്ളാഹു നീക്കി ഖൈർ നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ബദരിയ യങ് മെൻസിന്റെ 4ാമത്തെ വാർഷിക മഹാസമ്മേളനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഉസ്താദിന് നാം കൊടുത്ത വിഷയം കണ്ണീരിൽ കുതിരുന്ന കുടുംബങ്ങൾ. ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ഉസ്താദ് നമുക്ക് വിശദമായി പറഞ്ഞു തരും. അള്ളാഹു അവിടത്തേക്ക് പറയാനുള്ള ഹിമ്മത്തും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സംഘടന ഉസ്താദിനെ വിളിക്കണമെന്ന് ചെറുപ്പക്കാരുടെ ആവശ്യപ്രകാരം ഉസ്താദിനെ വിളിക്കുകയും ഉസ്താദിനെ വിളിച്ച മുതൽ ഉസ്താദ് ഡേറ്റ് തന്ന മുതൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ആവേശവും ആഹ്ലാദവും സന്തോഷവും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അന്ന് മുതൽ തന്നെ ഇന്ന് വരെ ഈ
നിമിഷം വരെ ഇതിനു വേണ്ടി രാത്രിയും പകലും ഊണും ഉറക്കുമില്ലാതെ അധ്വാനിച്ച നമ്മുടെ ചെറുപ്പക്കാർ, ജമാഅത്ത് ഭാരവാഹികൾ, അവർക്ക് നിർദ്ദേശം നൽകുന്ന ജമാഅത്ത് പ്രസിഡന്റ്, ഖജാൻജി, സെക്രട്ടറി, ഭാരവാഹികൾ, ഇങ്ങനെയുള്ള നേതാക്കന്മാർ അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലെയും മുഞ്ഞാന്നും ഒരാഴ്ചയോളമായി നമ്മുടെ ചെറുപ്പക്കാർ ഈ പരിപാടിക്ക് വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ നാട്, നമ്മുടെ മഹല്ല്, നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ നന്നാകണമെന്ന ആഗ്രഹമാണ്. നമ്മുടെ നാട്ടിലേക്ക് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും ഉസ്താദ് ദ്വാരക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ മൈക്ക് സെറ്റ് നമുക്ക് കഴിഞ്ഞ കൊല്ലം ഓഫറായി നൽകിയത് ബഹുമാനപ്പെട്ട നമ്മുടെ സത്താർ ഉള്ളാടിയവരാണ്. ഗൾഫിലാണ്, മരിച്ചുപോയ ജ്യേഷ്ഠന്റെ പേരിലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ പ്രിയമുള്ളവരെ, ഓൺലൈന് ലൈവായി നമ്മുടെ ഈ പരിപാടി നാം ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നമ്മുടെ സഹോദരന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സംഭാവന നൽകിയത്, അത് ഓഫർ ചെയ്തത് നിന്ദിക്കല്ല് ആമ് എന്ന് പറയുന്ന ഒരാളാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഇന്നത്തെ സീറിന്റെ എല്ലാ വ്യവസ്ഥയും ഏറ്റെടുത്തത് നമ്മുടെ സിയാബുദ്ദീൻ, റഫീഖ്, ബദറുദ്ദീൻ, ഇങ്ങനെ അനീഫ്, 4 പേരാ സഹോദരന്മാരാണ്. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രിയമുള്ളവരെ, ഈ കാണുന്ന ചെയറുകൾ നൽകിയത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തകനും ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട സഖാഫിസ്തറുകളാണ്. ഇങ്ങനെ ഇതിനു വേണ്ടി ഒരുപാട് ആൾ സഹായം നൽകിയിട്ടുണ്ട്. വാക്കുകളെ കൊണ്ടും തടികളെ കൊണ്ടും നല്ല വാക്ക് പറഞ്ഞ് സഹകരിച്ചവരുണ്ട്. അവർക്കൊക്കെ ഖൈറും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സംസാരം നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമുക്ക് വേണ്ടതുപോലെ നല്ല പോലെ ഉപദേശം പറഞ്ഞു തരും. നമ്മുടെ സ്റ്റേജിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, ജമാഅത്ത് പ്രസിഡന്റ് ഉണ്ട്, ഖജാൻജി ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, മാജി പ്രസിഡന്റ് ഇബ്രാഹിച്ച ഉണ്ട്. നമ്മുടെ മാജി പ്രസിഡന്റ് ഉള്ളാടി മോനിച്ചാനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. സദസ്സിലുണ്ടെങ്കിൽ മോനിച്ച. അതേപോലെ നമ്മുടെ വെളന്തൂർ ജമാഅത്ത് പ്രസിഡന്റ് സുലൈമാൻ ഗുണ്ടിനാർ എവിടെ ഉണ്ടെങ്കിലും ക്ഷണിച്ചു അറിയിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഉസ്താദ് ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ നല്ല സന്തോഷത്തോടുകൂടി നമ്മുടെ വാക്ക് ഉസ്താദ് സ്വീകരിക്കുകയും ഈ നമ്മുടെ ചെറിയ മഹലിലേക്ക് ഉസ്താദ് വന്ന് നമ്മോട് സഹകരിച്ചല്ലോ. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അവിടുത്തെ തായ്മ, അവിടുത്തെ വിനയം നമുക്ക് പകർന്നുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ വയലിന് അധികവും കൂടുതൽ ചെറുപ്പക്കാരാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതായത് കുടുംബങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഉസ്താദ് വേണ്ടതുപോലെ നമുക്ക് പറഞ്ഞു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാർ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ്. സമയം വളരെ പാട് നീണ്ടുപോയി. എന്റെ കർത്തവ്യമാകുന്ന ഉദ്ഘാടനം കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആന്റെ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ വേദിയിൽ ഒരുപാട് നേതാക്കളുണ്ട്. സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ട് തന്നെ എല്ലാവരെയും ഇപ്പോൾ പ്രസംഗിക്കാനുള്ള അവസരം അവർ തൽക്കാലം വേണ്ട എന്ന് പറയുന്നു. നമ്മുടെ ഇതിലിരിക്കുന്ന മുഖ്യാതിഥിയായി വന്നിട്ടുള്ള ദക്ഷിണ കന്നഡ ജില്ലാ കോൺഗ്രസ് അല്പസംഖ്യാത ന്യൂനപക്ഷത്തിന്റെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി കൂനടുക്ക് അവர்களுണ്ട്. അവർ 2 വാക്ക് നമുക്ക് ആശംസാ പ്രസംഗം നൽകുന്നതാണ്. നമ്മുടെ ഈ ലൈവ് പരിപാടിയെ ലൈവ് സുന്നി ഓൺലൈനിലൂടെ നൽകുന്ന ബഹുമാനപ്പെട്ട അതിനുവേണ്ടി വന്ന മദനി ഉസ്താദ് അവരുടെ നന്ദി അറിയിക്കുന്നു. അതേപോലെ സുദ്ദിവിടുകടയുടെ സുദ്ദി ചാനൽ മീഡിയ അതിൻ്റെ പ്രവർത്തകന്മാർ വന്നിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ടർമാരുണ്ട്. അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മോട് സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല ഉസ്താദുകൾ എല്ലാവർക്കും ദുആ ചെയ്യുമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞു കൂണടക്കം അവരെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു ಅಲೈಹಿ ವಸಲ್ಲಂ. ಪವಿತ್ರವಾಗಿರ್ತಕ್ಕಂಥ ವೇದಿಕೆಯ ಮೇಲೆ ಉಪಸ್ಥಿತರಿರ್ತಕ್ಕಂಥ ಉಲಾಮಗಳೇ ಮತ್ತು ಎಲ್ಲ ಉಮರಾಗಳೇ, ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿರ್ತಕ್ಕಂಥ ನಮ್ಮೆಲ್ಲ ಸಹೋದರ ಸಹೋದರಿಯರು, ಕಿದರಿಯಾ ಜುಮ್ಮಾ ಮಸ್ಜಿದ್ ಬದರಿಯಾ ಎಂಗೇಜ್ಮೆಂಟ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಇದರ 4ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಸಮಾರಂಭದ ಒಂದು ದಿವಸದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾವಿದ್ದೇವೆ. ನಾನು ಹೆಚ್ಚೇನು ಮಾತಾಡಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇಲ್ಲ. ಬಹುಮಾನಪಟ್ಟ ಇವತ್ತಿನ ಮುಖ್ಯ ಪ್ರಭಾಷಣಗಾರರಾದ ವಹಾಬ್ ನಹೀಮಿ ಕೊಲ್ಲಂ ಕೇರಳ ಇವರ ಮುಖ್ಯ ಪ್ರಭಾಷಣಕ್ಕೆ ತಾವೆಲ್ಲ ಕಾದು ನಿಂತಿದ್ದೀರಿ. ಆದರೂ ನಾನು ಈ ಬದರಿಯಾ ಎಂಗೇಜ್ಮೆಂಟ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಕರಂಬಿಲ, ನಾನು ಈ ಒಂದು ಸಂಸ್ಥೆಯ ಸಂಘಟಕರಿಗೆ ನಾನು ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಯಾಕೆಂತ ಹೇಳಿದರೆ, ನಮ್ಮ ಸಮುದಾಯದ ಯುವಕರು ಧಾರ್ಮಿಕವಾದಂತಹ ಸಂಘ ಸಂಸ್ಥೆಗಳಲ್ಲಿ ದುಡಿದು ಸಾದಾತಗಳನ್ನು ಉಲಮಾಗಳನ್ನು ಗೌರವಿಸಿ ಎಲ್ಲರ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗಿ ಮುಂದೆ ಸಾರ್ವಜನಿಕವಾಗಿ ಒಂದು ನಾಯಕತ್ವದ ಮೂಲಕ ಸಮಾಜಕ್ಕೆ ಗುರುತಿಸ್ತಕ್ಕಂಥ ಒಂದು ಕೆಲಸವನ್ನು ಯುವ ಸಮೂಹ ಮಾಡಬೇಕು. ಆದ್ದರಿಂದ ಈ ಒಂದು ಸಂಸ್ಥೆಯ ಅಧ್ಯಕ್ಷರಿಗೂ ಪದಾಧಿಕಾರಿಗಳಿಗೂ ನಾನು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. 4 ವರ್ಷದ ಚಿಕ್ಕ ಒಂದು ಮಗು ಈ ಬದರಿಯಾ ಎಂಗೇಜ್ಮೆಂಟ್ಸ್. ಆದರೂ ಇವತ್ತಿನ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ನೋಡಿದಾಗ ಇದು 4 ವರ್ಷದ ಮಗುವಿನ ಒಂದು ಕಾರ್ಯಕ್ರಮ ಅಲ್ಲ, ಇದು ಭಾಳ ಅದ್ಧೂರಿಯಾಗಿ ಭಾಳ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಸಂಭ್ರಮದಿಂದ ಈ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ತಾವು ಆಚರಿಸ್ತಾ ಇದ್ದೀರಿ. ಪವಿತ್ರವಾದ ಇಸ್ಲಾಂ ಧರ್ಮವನ್ನು ಪ್ರವಾದಿ ಮುತ್ತು ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳರವರು ಬಹಳ ಹೃದಯವಂತಿಕೆಯಿಂದ, ಪವಿತ್ರವಾದಂಥ ಹೃದಯದಿಂದ ಇವತ್ತು ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ನಾವು ಅಲ್ಪಸಂಖ್ಯಾತರಲ್ಲ, ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ನಾವು ಬಹುಸಂಖ್ಯಾತರಾಗಿದ್ದೇವೆ. ನಾವು ಭಾರತ ದೇಶದಲ್ಲಿ ನಾವು ಅಲ್ಪಸಂಖ್ಯಾತರಾಗಿದ್ದರೂ ಕೂಡ ಅನಾಥವಾಗಿ ಬೆಳೆದಂಥ ಪ್ರವಾದಿಯವರು ಈ ಒಂದು ಇಸ್ಲಾಂ ಧರ್ಮವನ್ನು ಈ ಒಂದು ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ಬಹುಸಂಖ್ಯಾತರಾಗಿ ಬೆಳೆಸಲಿಕ್ಕೆ ಕಾರಣ ಅವರ ಪವಿತ್ರವಾದಂಥ ಹೃದಯವಂತಿಕೆ, ಪವಿತ್ರ ನಿಶ್ಚಲಕವಾದಂಥ ವ್ಯಕ್ತಿತ್ವ, ಮಾನವತೆಯ ಕೆಲವು ಗುಣಗಳಿಂದ ಈ ಒಂದು ಸಮುದಾಯವನ್ನು ಇವತ್ತು ಇಡೀ ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ಇವತ್ತು ಪ್ರಥಮ ಸ್ಥಾನ ಗಳಿಸಲಿಕ್ಕೆ ಇವತ್ತು ಸಾಧ್ಯ ಆಗಿದೆ. ಅದನ್ನು ಉಳಿಸ್ತಕ್ಕಂಥ ಕೆಲಸವನ್ನು ನಮ್ಮ ಯುವ ಸಮೂಹ ಮಾಡಬೇಕಾಗಿದೆ. ಅದು ಯುವಕರ ಕೈಯಲ್ಲಿದೆ. ನಾನು ಹೆಚ್ಚೇನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಮಾತಾಡ್ತಾ ಇಲ್ಲ, ಇನ್ನೊಂದು ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಮಾತಾಡ್ತೇನೆ. ಆದರೂ ನಾನು ಸುನ್ನಿ ಮದರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ನ ಅಧ್ಯಕ್ಷನಾಗಿದ್ದೇನೆ. ನಾನು ಒಂದು ಮನವಿಯನ್ನು ಕೂಡ ನಿಮ್ಮ ಹತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಇದೇ ಫೆಬ್ರವರಿ 1ನೇ ತಾರೀಕಿನಂದು ಸುಳ್ಯ ಗಾಂಧಿನಗರ ಜುಮ್ಮಾ ಮಸೀದಿ ವಠಾರದಲ್ಲಿ ಒಂದು ಅದ್ಭುತವಾದ ಪವಿತ್ರವಾದ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದೆ. ಈ ಕಾರ್ಯಕ್ರಮ ತಾಜುಲ್ ಉಲಮಾ ಅನುಸ್ಮರಣೆ ಮತ್ತು ತಾಜುಲ್ ಉಲಮಾ ಅವರ ಸುಪುತ್ರ ಬಹುಮಾನಪಟ್ಟ ಸೈಯದ್ ಫಜಲ್ ಕೋಯಮತ್ತಂಗಳು ಕೂರತ್ತವರನ್ನು 15 ಜಮಾಯತಿನ ಕಾಜಿ ಆಗಿ 15 ಜಮಾಯತಿನ ಕಾಜಿ ಸ್ವೀಕಾರ ಸಮಾರಂಭ ಸುಳ್ಯ ಗಾಂಧಿನಗರ ಜುಮ್ಮಾ ಮಸೀದಿಯಲ್ಲಿ ಫೆಬ್ರವರಿ 1ನೇ ತಾರೀಕು ಸಂಜೆ ಗಂಟೆ 6:45ಕ್ಕೆ ಮಗ್ರಿಬ್ ನಮಾಜಿಗೆ ನಡೀಲಿಕ್ಕಿದೆ. ಆದ್ದರಿಂದ ನಾನು ಸುನ್ನಿ ಮದರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ನ ಸುಳ್ಯ ರೇಂಜಿನ ಅಧ್ಯಕ್ಷನಾಗಿ ಎಲ್ಲ ಸಹೋದರರನ್ನು ನಾನು ಸುಳ್ಯ ಗಾಂಧಿನಗರ ಜುಮ್ಮಾ ಮಸೀದಿಗೆ ನಿಮ್ಮನ್ನು ಸ್ವಾಗತಿಸ್ತಾ, ಎಲ್ಲರೂ ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ಸುಗೊಳಿಸಬೇಕು ಅಂತ ನಾನು ವಿನಂತಿ ಮಾಡಿಕೊಂಡು, ನನಗೆ 2 ಮಾತಾಡಲಿಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿರ್ತಕ್ಕಂತಹ ಈ ಒಂದು ಕಿದರಿಯಾ ಜುಮ್ಮಾ ಮಸೀದ್ ಕರಂಬಿಲ ಇದರ ಅಧ್ಯಕ್ಷರಿಗೂ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಸರ್ವ ಜಮಾಯತರಿಗೂ ಮತ್ತು ಈ ಬದರಿಯಾ ಎಂಗೇಜ್ಮೆಂಟ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಕರಂಬಿಲ ಇದರ ಆಡಳಿತ ಮಂಡಳಿ ಅಧ್ಯಕ್ಷರಿಗೂ ಮತ್ತು ಪದಾಧಿಕಾರಿಗಳು ನಾನು ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸಿ ನನ್ನ ಮಾತನ್ನು ನಾನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.
അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി ഉസ്താദിൻ്റെ പ്രഭാഷണമാണ്. അതിനു മുമ്പ് നമ്മുടെ കരിമ്പിന നാട്ടിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുകയില്ല, സമയമില്ല. എന്നാലും അവരെ പേരെടുത്ത് പറയാതിരിക്കാൻ അത് തെറ്റായി പോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്കുള്ള വലിയ ഒരു ചെലവ് വരുന്ന ഒരു കാര്യമാണ് മൈക്ക് സെറ്റ്. അത് തന്നത് ഇതിനു മുമ്പും ഇതുപോലെയുള്ള പരിപാടി നടത്താൻ വേണ്ടി BYAക്ക് നടുന്തൂണായി നമുക്ക് തന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇന്ന് ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സത്താർ ഉള്ളലാടിയാണ്. നമുക്കൊരിക്കലും അദ്ദേഹത്തെ മറക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് മരണപ്പെട്ടുപോയ ജ്യേഷ്ഠന് വേണ്ടിയാണ് ഇത് ഹദിയ ചെയ്യുന്നത്. ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും, അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിനു വേണ്ടിയ എല്ലാ സഹകരണങ്ങൾ ചെയ്ത നസീർ കരിമ്പില എഞ്ചിർ 10 കിലോ ഇറച്ചി, അതേപോലെ ഫാറൂഖ് സമാധി 5 കിലോ ഇറച്ചിയും, മുനീർ നല്ലടക്ക ആവശ്യമായ പച്ചക്കറികൾ തന്നിട്ടുണ്ട്. അതേപോലെ റിയാസ്, അസർ, സലീം, സെയിൻ, നാസിർ എന്ന് പറയുന്ന സൗണൂരിൽ നിന്ന് വന്ന കഴിഞ്ഞ വർഷം വന്ന ചെറുപ്പക്കാർ 25 കിലോ ഇറച്ചികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ഷാഫി നർലാർക്ക് 1313, ഷാഫി ചക്കടക്ക ലത്തീഫ് ആവശ്യമായ തേങ്ങയും, ലത്തീഫ് ഓട്ടോറിക്ഷയിലെ 2000 ഉറുപ്പിക തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ. ദീർഘമായി പറയുന്നില്ല. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള എല്ലാ സഹകരണം ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحة يزهر فيا زينة الدنيا ويا غاية المنى فمن ذا الذي عن حسين وجهك يبصر فثلثك كافور وربوك عنبر وخمسك ياقوت وباقيك جوهر. صلاة وتسليم
على المصطفى المختار خير البرية يا سيد الأبرار حبك في دمي نحر على نحو الصباحة جاري يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي آمنا كلا الآية آمنا كلا الآية آمنا كلا الآية آمنا كلا آمنا كلا الآية آمنا كلا الآية آمنا كلا الآية آمنا كلا आ गया वो नूर वाला तुझकी ऊंधी शान है आ गया वो नूर वाला तुझकी ऊंधी शान है जिसकी मिदहत में उतारा रब ने ये कुरान है आमिना कला अल आया आमिना कला अल आया आमिना कला अल आया आमिना कला जो कहा मेरे नबी ने वो हमेशा सच हुआ जो कहा मेरे नबी ने वो हमेशा सच हुआ वो भरोसा बित ये करता आब साहिस्तान है आमिना कला अल आया आमिना कला अल आया आमिना कला अल आया आमिना कला आमिना कला अल आया आमिना कला अल आया आमिना कला अल आया आमिना कला സർവോദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ മഹല്ലിൻ്റെയും മറ്റ് സാമൂഹിക സാമുദായിക വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഒരാവർത്തി കൂടി എവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തേക്കും ഗുണപ്പെടുന്ന സുഹൃതങ്ങളുടെ പട്ടികയിൽ അല്ലാഹു ഇത് ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഉറച്ച് ആമീൻ പറയും. അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലത്തിലുള്ള ജീവിതം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ച് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, ഇതുപോലെ സാന്നിധ്യമരുളുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും അല്ലാഹു ആ മഹാഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീർഘമായ ഒരാമുഖം
അനിവാര്യമല്ലാത്ത ഒരു സമയമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് ഈ അവിടെ ഇരിക്കുന്ന ആളുകൾ കുറച്ച് ഈ ബ്ലാങ്കായിട്ടുള്ള ചെയറുകൾ ഫില്ലാക്കണം. പുറകെ ഇരിക്കുന്ന ആളുകൾ മുമ്പോട്ട് നീങ്ങിയിരിക്കും. അള്ളാഹു ഖൈർ നൽകട്ടെ. കാരണം എന്തായിരുന്നാലും വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ വന്നവരാണ്. അപ്പോൾ ആദ്യം വന്നവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടേണ്ടതാണ്. ഈ വ്യവസ്ഥ അനുസരിച്ച് ആദ്യം വരുന്നവർക്ക് കുറച്ച് പ്രതിഫലമാണ്, ബാക്കിൽ ലാസ്റ്റ് വരുന്നവർ പിന്നെ ഫ്രണ്ടിൽ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് പുറകിൽ നിൽക്കുന്ന പരിസരത്തുള്ള ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും സദസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേവലം ഒരു ആസ്വാദനത്തിൻ്റെ സദസ്സായി ഇത് അതപ്പതിച്ചു പോകരുതേ എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്, ഒരു ടോപ്പിക്കാണ് നമുക്ക് കുറച്ച് ചെറിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പറയാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കേൾക്കാനും അവൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാനും നാഥൻ തുണയ്ക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കുക. പ്രിയമുള്ളവരെ, കുടുംബം എന്നത് അള്ളാഹു വച്ചിട്ടുള്ള ഉന്നതമായ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ മറികടക്കാനോ അതിനെ തച്ചുടക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. കേവലം മാനവ സമൂഹത്തിൽ മാത്രമല്ല കുടുംബത്തിൻ്റെ മഹിമയും മഹിതമായ മാർഗവും വിളിച്ചോതുന്നത്. അള്ളാഹുവിൻ്റെ ഏതൊക്കെ പടപ്പുകളെ പരിശോധിച്ചാലും അവരൊക്കെ കുടുംബമായിട്ടാണ് കഴിയുന്നത്. കുടുംബമായി കഴിയാത്ത പടച്ചവന്റെ പടപ്പുകൾ ഇല്ല. ആകാശലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ അനന്തകോടി താരക സമൂഹങ്ങൾ, അവർ വളരെ കുടുംബക്കാരായിട്ട് കഴിയുന്നവരാണ്. ഏതൊക്കെ പക്ഷിപ്പറവുകളെ കൂട് വിട്ടു പോകുന്ന ഒരു കൂട്ടം പറവുകൾ കൂട്ടിലേക്ക് സന്ധ്യാസമയത്ത് സായാഹ്ന സമയത്ത് കുടുംബമായി കൂട്ടിലേക്ക് അവരുടെ പാർപ്പിടങ്ങളിലേക്ക് അണയുന്നതായി കാണാം. ജന്തുക്കൾ കൂട്ടമായി സഞ്ചരിക്കുന്നത് കാണാം. കൂട്ടമായി അന്നം അന്വേഷിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബം എന്നത് അള്ളാഹു വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. മനുഷ്യേതര ജന്തുക്കൾക്കും പറവകൾക്കും സൃഷ്ടികൾക്കുമുള്ള കുടുംബ വ്യവസ്ഥയേക്കാൾ സുസ്ഥിരമായ ഒരു കുടുംബം മനുഷ്യർക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യന് വളരെ വ്യവസ്ഥാപിതമായ കുടുംബങ്ങളെ അള്ളാഹു നൽകിയിട്ടുള്ളത്, കുടുംബ വ്യവസ്ഥിതികളെ അള്ളാഹു തെര്യപ്പെടുത്തിയിട്ടുള്ളത്? അവനാണ് ഈ ലോകത്തിൽ യഥാർത്ഥമായ ലക്ഷ്യബോധത്തോടെയും ആത്മീയ അവബോധത്തോടെയുമുള്ള ജീവിതം നയിക്കേണ്ടവൻ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. നല്ലതിനെയും മോശത്തരത്തെയും നന്മയെയും തിന്മയെയും വേർതിരിച്ച് കണ്ടു മനസ്സിലാക്കി ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, നല്ല പാതയിൽ പാന്താവിൽ ചലിക്കാനും നന്മയെ പുൽകാനുമുള്ള ഒരു സാഹചര്യം കൊടുത്തിട്ടുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. വളരെ ശ്രദ്ധിക്കണം. നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നന്മയും തിന്മയും മുമ്പിൽ വെച്ചു കൊടുത്തൊരു പരീക്ഷണാർത്ഥം, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും സുഹൃതങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവർ, ആരാണ് നിങ്ങളിൽ സുമനസ്സുകൾ, ആരാണ് നിങ്ങൾക്ക് തന്ന അവബോധത്തെ ഉപയോഗപ്പെടുത്തുകയും വേണ്ടതുപോലെ ആത്മീയമായ അനുഭൂതിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏത് സൃഷ്ടി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നല്ലതിനെയും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇല്ല. മലക്കുകൾക്ക് പോലുമില്ല. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്തിഷ്കം
അവർക്ക് കൊടുത്തിട്ടുള്ള വ്യവസ്ഥ അള്ളാഹുവിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോവുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാലാഖമാരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. സദാ പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിലും ഇംഗിതത്തിലുമായി ചലിക്കുന്നവരാണവർ. അവർക്കൊരു പരീക്ഷണ ലോകം ഇല്ല. രണ്ട് വിഭാഗത്തിന് മാത്രമാണ് അല്ലാഹു ആ ഒരു പരീക്ഷണ ലോകം കൊടുത്തിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുമില്ല ഈ പറയപ്പെട്ട വ്യവസ്ഥ. അവർക്കൊരു 3 കാര്യങ്ങൾ, നാലാമതൊരു കാര്യമില്ല, 3 കാര്യങ്ങൾ അല്ലാഹു തആല അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഒന്ന്, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം പാനീയം കഴിക്കുക, കുടിക്കുക. മറ്റൊന്ന്, അവർക്ക് പ്രത്യുൽപാദനം നടത്തുക, ഇണചേരുക. മൂന്നാമത്തെ വ്യവസ്ഥ, ഏതെങ്കിലും ശത്രുക്കൾ അവരോട് ഓടിയെടുത്താൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ. ഇതിനപ്പുറത്തേക്കൊരു വിശാലമായ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മൃഗങ്ങൾക്കും അല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്ന ജീവിതം, ആ ജീവിതം ഈ ലോകത്ത് നാം കാഴ്ചവെക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിലാസമുണ്ടാകുന്നത് കുടുംബത്തിലുള്ള വിലാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാമൊക്കെ വലിയ നേതാക്കന്മാരായിരിക്കാം, വലിയ ബഹുമുഖ പ്രതിഭകളായിരിക്കാം, വലിയ കഴിവുകൾ മേളിച്ചവരായിരിക്കാം. പുറത്ത് വലിയ അഭിപ്രായങ്ങൾ, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഉന്നതിയിലേക്ക് പാറിപ്പറക്കാം. പക്ഷെ അല്ലാഹു ജല്ല ജലാലായ തമ്പുരാൻ ഒരു വ്യക്തിക്ക് നൽകുന്ന വിലാസവും സർട്ടിഫിക്കറ്റും ഗ്രേഡും ക്വാളിറ്റിയും അവൻ നല്ലവനാണോ എന്ന് അംഗീകരിക്കുന്നത് അവന്റെ കുടുംബത്തിന്റെ അംഗീകാര പത്രത്തിന്റെ ആ ഒരു ഗണം നോക്കിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പടച്ചവന്റെ അടുത്ത് സ്വീകാര്യനാണോ? ആദ്യമായി പറയേണ്ടത് എന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണ്. പിന്നെയോ ജീവിത സഖിയാകുന്ന, കുടുംബത്തിലെ ഏറ്റവും പ്രധാനിയാകുന്ന നമ്മുടെ സഹധർമ്മിണിയാണ്. എന്റെ ഭർത്താവ് നല്ലവനാണ് എന്ന് എന്നെ കുറിച്ച് എന്റെ ഭാര്യ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കുറിച്ച് ഒരു പ്ലസ് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ നല്ല ഉമ്മയാണ്, ഉപ്പയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിലാസം. പുറത്തുള്ള ആളുകളുടെ ഇടയിലുള്ള ഏതെങ്കിലും ബാഹ്യ ചേട്ടകൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ഗൗരവത്തോടെ ചിന്തിക്കണം. കുടുംബം എന്നത് അള്ളാഹു ലോകത്തിൽ തന്ന ഏറ്റവും വലിയ വിലാസമാണ്. ആ കുടുംബത്തിലേക്ക് കടക്കുന്ന കുടുംബിനികൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ കുടുംബത്തിലേക്ക് കടന്നു പോകുമ്പോ ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കിയില്ല എങ്കിൽ, അടിസ്ഥാനപരമായി ഒരു കുടുംബനാഥനും കുടുംബിനെയും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണീരും കൈലേശവും വിലാപവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുക. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ഉടയാടകൾ എന്നാണ് ദമ്പതിമാരെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആധികാരികമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാർ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ഗൗരവപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, സ്വന്തമായ ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, ഉമ്മയും ഉപ്പയും തന്റെ മകന് ഒരു മകൾക്ക് ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാട്ടിത്തന്ന, അവിടുന്ന് നിബന്ധനയായി വെച്ചിട്ടുള്ള ഇണകളുടെ ക്വാളിറ്റിയാണോ അവർ തെരഞ്ഞെടുക്കുന്നത്? എന്നാൽ അവർ സുഹൃതങ്ങളിൽ തന്നെയാണ്, അവർ സന്തോഷത്തിൽ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കും, അത് ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്ര വലിയ ആധികാരികമുണ്ടോ? ഏറ്റവും വലിയ ആധികാരികമായിട്ടുള്ള വിഷയം അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ.
നാം ഏത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്? തൊലിവെളുപ്പിനാണോ, പണത്തിനാണോ, പ്രൗഢിക്കാണോ, സമ്പത്തിനാണോ? അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റബീഉൽ അവ്വൽ തീർന്നോ? ഇന്ന് കംപ്ലീറ്റ് ആയോ? കൊടുത്തില്ല, സാധ്യതയുണ്ട്. ഇന്ന് കഴിഞ്ഞു അല്ലേ? പറയണ്ട, സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഇനി റബീഉൽ അവ്വൽ തീർന്നെന്ന് വിചാരിച്ച് സ്വലാത്ത് ചെല്ലാതിരിക്കണ്ട. സ്വലാത്ത് എപ്പോഴും വേണം. അതിനാണ് ഞാൻ ചോദിച്ചത്. സ്വലാത്ത് നല്ല ഉറച്ചു വേണം. പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിലൊക്കെ സ്വലാത്ത് നല്ല ഉറച്ച ആവേശത്തിൽ ചെല്ലുന്ന ആളുകളാണ്. കാസർഗോഡ് കാരണം നിങ്ങളെ സൂചിപ്പിക്കാൻ പറഞ്ഞല്ല, നിങ്ങൾ സൂചിച്ചാലും ഇല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലേ പറ്റൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബായ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിക്കുകയാണ് വിവാഹം കഴിക്കുന്നതിന്റെ മാനദണ്ഡം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണ, 4 വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാധാരണ മനുഷ്യർ വിവാഹം കഴിക്കുന്നത്. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, ലിമാലിഹ, മുതലിനെ ആശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ടാകാം. വലി ജമാലിഹ, നല്ല സൗന്ദര്യവും തുടുതുടുപ്പും വെളുപ്പും നോക്കിയിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നവരുണ്ടാകാം. അതുപോലെ വലി ഹസബിഹ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാലും, എത്ര പണമുണ്ടായിരുന്നാലും, എത്ര തുടുതുടുപ്പുണ്ടായിരുന്നാലും, എത്ര വെളുത്ത കോമളമായ മേനിയായിരുന്നാലും, നല്ല തറവാടിത്തമുള്ളൊരു പെണ്ണിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവൂല. വലി ഹസബിഹ, കുടുംബത്തിന്റെ മഹത്വം നോക്കി അത് നിബന്ധനയാക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ 4ാമത് പറയുന്നു, വലി ദീനിഹ, മതനിഷ്ഠയുള്ള ഒരണയെ തേടി പോകുന്ന ആത്മാർത്ഥതയും ആത്മീയമായ അവബോധവുമുള്ള ആളുകളുണ്ടാകാം. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ ഈ 4 പോയിന്റും പറഞ്ഞു വച്ചിട്ട് പറയുന്നു, പക്ഷേ ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കണം, ദീനുള്ള ആണിനെ കൊണ്ട് നീ വിജയിക്കണം, ദീനുള്ള ഇണയെ കൊണ്ട് വിജയിക്കണം. അവർക്ക് മാത്രമാണ് ലോകത്തിൽ സന്തോഷകരമായ കണ്ണുനീരും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഇല്ലാതെ സന്തോഷത്തിന്റെ പേരിലേറി മുന്നോട്ട് പോകാൻ. പോരാ പരലോകത്ത് സ്വർഗത്തിൽ ഇണകളായി മേളിക്കാൻ. പോരാ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ തലമുറകളും പിൻതലമുറയും അള്ളാഹുവിനെ മറക്കാത്ത ഒരു തലമുറയായി മുന്നോട്ട് വരാൻ. ഇങ്ങനെയുള്ള ആധികാരികമായി ചെയ്യേണ്ടത് ദീനീ നിട്ടയുള്ള പെണ്ണാകണം, ദീനീ നിട്ടയുള്ള ആണാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൽ ഏതൊക്കെ മഹാരഥന്മാരെ പരിശോധിച്ചാലും, ലോകത്തിൽ ഏതൊക്കെ മഹത്തുക്കളെ പരിശോധിച്ചാലും, ലോകത്തിൽ ഏതൊക്കെ ഉന്നതമായ തലങ്ങളിലേക്ക് കടന്നുപോയ, ആത്മീയതയുടെ അന്തർധാരകളിലേക്ക് കടന്നുപോയ, ലോകത്തിൽ ആത്മീയമായ വെളിച്ചം പകർന്നു തരികയും നുകർന്നു തരികയും ചെയ്തിട്ടുള്ള ഏതൊക്കെ മഹാന്മാരെ പരിശോധിച്ചാലും അവരുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ആത്മീയതയിൽ ചാലിച്ച ഒരു ജീവിതം നയിച്ചത് കൊണ്ടാണ് ആ പുഷ്പവാടിയിൽ നല്ല കുസുമങ്ങൾ വിരിയുന്നത്. വളരെ ആധികാരികമായിട്ടുള്ള വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായ ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബൂ സാലിഹ് എന്നുള്ള ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. അബൂ സാലിഹ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. പാവപ്പെട്ട മനുഷ്യനാണ്. ഉണ്ണാനും ഉടുക്കാനും വളരെ പ്രയാസമാണ്. എന്തെങ്കിലും കൈത്തൊഴിലുകൾ മാത്രം ചെയ്ത് അന്നമടക്കി അങ്ങനെ അല്ലാഹുവിൽ ആരാധനകൾ അർപ്പിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുഴയുടെ തീരത്ത് കൂടി നടന്നു പോവുകയാണ്. വല്ലാത്ത വിശപ്പുണ്ട്. നടത്തം മുന്നോട്ടാകുമ്പോൾ വിശപ്പിന്റെ ദൈർഘ്യം കൂടുകയാണ്. വല്ലാതെ വിശന്ന് മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പരിസരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അതാ ഓളങ്ങളോടൊപ്പം താലോല പാട്ടുകൾ പാടി ഒരു റുമ്മാമ്പഴം ഇതാ കടന്നു വരികയാണ്. ഓളങ്ങളോടൊപ്പം ഓളത്തിനോടൊപ്പം ചലിച്ചുകൊണ്ട് അതാ ഒരു റുമ്മാമ്പഴം ഇങ്ങനെ കടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്, എന്റെ വിശപ്പിന്റെ അല്പം സമാധാനത്തിന് ഉപയോഗിക്കാം. ആ സമുദ്രത്തിലൂടെ
ആ പുഴയിലൂടെ ഒഴുകി വന്ന റുമ്മാമ്പരം കയ്യിലാക്കി അത് റാഹത്തായി കഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, ലോകത്തിന്റെ നാനാഭാഗത്തിലിരുന്ന് നെറ്റിലൂടെ ഈ സദസ്സിനെ വീക്ഷിക്കുന്ന എന്റെ സഹൃദയരായ എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ സഹോദരങ്ങളെ, അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പഴം ഭക്ഷിച്ചതിന് ശേഷം പ്രിയമുള്ള സഹോദര, അള്ളാഹുവിനെ ഭയമുള്ള, പടച്ചവനെ കുറിച്ച് പേടിയുള്ള, തമ്പുരാനെ കുറിച്ച് പേടിയുള്ള ഹൃദയം നൊന്തുപോവുകയാ. പടച്ചവനെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കടിച്ചു പോയതാ. അസഖ്യമായ വിശപ്പ് കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു കായയാ ഞാനെടുത്ത് കടിച്ചിട്ടുള്ളത്. പടച്ചവനെ അത് കടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ എന്റെ ചിന്തയിൽ വരുന്നത്, അല്ലാഹുവേ, ഇത് ആരുടെ പഴവാ? ഇത് പൊരുത്തമുള്ള പഴമാണോ? ഇതിന്റെ അവകാശിക്ക് പൊരുത്തമാണോ? ഇതിന്റെ ഉടമസ്ഥന് തൃപ്തിയാണോ? പടച്ചവനെ, ആഖിറത്തിൽ ഇതിന്റെ പേരിൽ നാം പരാജയപ്പെട്ടു പോകുമോ? അബൂ സാലിഹ് എന്ന് പറയുന്ന സൂക്ഷ്മതയുള്ള മനുഷ്യനാ പുടവക്കിലൂടെ അങ്ങനെ നടക്കുകയാ, പ്രാന്തനെ പോലെ കരന്നുകൊണ്ട് ഓടുകയാ. പടച്ചവനെ, എവിടെ നിന്നാ, ഏത് പുരയിടത്തിൽ നിന്നാ, ഏത് വൃക്ഷത്തിൽ നിന്നാ ഇത് വീണത്? ആ വൃക്ഷം കണ്ടുപിടിക്കണ്ടയോ? അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കണ്ടയോ? അതിന്റെ ആളിനെ കണ്ടുപിടിക്കണ്ടയോ? അയാളോട് അനുവാദം ചോദിക്കണ്ടയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ സാലിഹ് എന്ന് പറയുന്ന മകാനിങ്ങനെ മുമ്പോട്ട് നടക്കുകയാ, ഓടുകയാ. അവസാനം കുറെ മുമ്പോട്ട് പോയപ്പോൾ പുഴയുടെ വക്കത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം കാണുകയാ, ഒരു റുമ്മാൻ വൃക്ഷം, അത്തിപ്പഴം കാണുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അത്തിപ്പഴം ആ പഴത്തിന് പഴത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിക്കുകയാ. സഹോദരങ്ങളെ, ആലോചിക്കണയാ, പഴം ഏതൊരു വൃക്ഷത്തിൽ നിന്നാണോ വീണത്? ആ വൃക്ഷം ഏതൊരു പുരയിടത്തിലാണോ ഉള്ളത്? ആ പുരയിടത്തിന്റെ ഉടമസ്ഥൻ എവിടെയാ? ആ വസ്തുവിന്റെ ഉടമസ്ഥൻ എവിടെയാ? ആളുകളോട് അന്വേഷിക്കുന്നു, ഇതാരുടേതായി വൃക്ഷമാരുടേതാ? അവസാനം കണ്ടുപിടിക്കുന്നു, ആ കാണുന്ന വീട് കണ്ടു, അവിടെയുള്ള ആളാ അതിന്റെ ഉടമസ്ഥര്. മഹാനായ അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യനാ വീട്ടിലേക്ക് ചെല്ലുകയാ. വളരെ ഭയപ്പെട്ടുകൊണ്ടാ ചെല്ലുന്നത്. കാരണം ഈ മനുഷ്യനെങ്ങാനും പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞ, ഈ മനുഷ്യനെങ്ങാനും ഇത് തൃപ്തിപ്പെടൂലെന്ന് പറഞ്ഞ, ആഖിറത്തിൽ നിന്നയാ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ, ഇത്രയും കാലം ചെയ്ത ആരാധനകള് അർത്ഥമില്ലാതായല്ലോ എന്ന് പടച്ചവനെ കുറിച്ച് പേടിയുള്ള ഹലാലായ മാർഗം അന്വേഷിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിലിന് മുട്ടുമ്പോൾ അതാ വാതിൽ തുറക്കുമ്പോൾ നല്ല പ്രകാശമുള്ളൊരു വദനമാ, പുഞ്ചിരി തോകുന്നൊരു വദനമാ, കാണാൻ പ്രൗഢിയുള്ള നല്ല പ്രഭാവമുള്ള ഒരു മനുഷ്യനാ, മുതലാളിയാ. കാര്യം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒന്ന് പൊരുത്തപ്പെടണേ. ഞാൻ വിശന്ന് പരവശനായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഒന്നും കഴിക്കാനില്ല, ഞാൻ വല്ലാത്ത ദാരിദ്ര്യത്തിന്റെ ചെടിയിൽപ്പെട്ട ആളാ. എന്റെ കയ്യിൽ പണമില്ല, പ്രയാസങ്ങളുടെ വല്ലാത്ത ദുരിതത്തിലൂടെയാ കടന്നു പോകുന്ന ആളാ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങളുടെ വൃക്ഷത്തിൽ നിന്നും മടന്നു വീണ പഴം പുഴയിലൂടെ ഒഴുകി വന്നപ്പോ ആ പഴം ഞാനെടുത്ത് കൊണ്ടുപോയി. ആ പഴം നിങ്ങൾ പൊരുത്തപ്പെടണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പള്ളിക്കൂടങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് രാവിലെ പുറപ്പെടുന്ന മക്കള്, അവര് വൈകുന്നേരം ഏതെല്ലാം സാധനങ്ങൾ ചവച്ചുകൊണ്ടാ വീട്ടിലേക്ക് കടന്നു വരുന്നത്? നരകത്തെ പേടിയുണ്ടോ? സ്വർഗത്തെ ആഗ്രഹമുണ്ടോ? ആ മക്കള് നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ഉപകാരപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? പരലോകത്തിൽ നിങ്ങളെ കൈപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ചോദ്യം നീ അവരോട് ചോദിച്ചിട്ടുണ്ടോ? എന്താ മോനെ നീ കഴിക്കുന്നത്? നീ ആരുടെ മുതലാ ചവക്കുന്നത്? അന്യൻ്റെതാണല്ലോ, നീ കഴിക്കാൻ പാടില്ല എന്ന് വളരെ കർശന നിലപാടോടെ പറയാ ഏതെങ്കിലും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സാധിച്ചിട്ടുണ്ടോ? ഒന്നാലോചിക്കണേ. മനുഷ്യൻ പൊട്ടിക്കറന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ പൊരുത്തപ്പെടണം, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചു പോയതാ. അതുകൊണ്ട് നിങ്ങൾ പുറത്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യനോട് ഈ മുതലാളി പറയുകയാ, അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പുറത്തു തരാൻ പറ്റൂല. അങ്ങനെ പറയല്ലേ മുതലാളി. അല്ലാഹുവിന്റെ പരലോകത്തിൽ പരാജയപ്പെട്ടു പോകും. ഒരു പഴത്തിന്റെ പേരിൽ പടച്ചതമ്പുരാന്റെ പരലോകത്തിലുള്ള അനന്തമായ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയാ അതെനിക്ക് വലിയ നഷ്ടവാ. എന്ത് വേണമെങ്കിലും ഞാൻ അതിന്റെ പ്രായശ്ചിത്തം നൽകാ. ഉടൻ തന്നെ മുതലാളി പറയുകയാ, ആ കാണുന്ന തോട്ടം കണ്ടോ?
നിനക്ക് ഇത്ര നാൾ ആ തോട്ടത്തിൽ പണിയെടുക്കാൻ സാധ്യമാണോ? ഇത്ര നാൾ ആ തോട്ടത്തിൽ പണിയെടുക്കാൻ സാധ്യമാണോ? സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു പടത്തിന്റെ പേരില നിങ്ങൾ എന്ത് മറന്നാലും കേൾക്കും ആ തോട്ടത്തിൽ പണിയെടുക്കാ. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരുമെങ്കിൽ പരലോകമായ എന്റെ വിഷയം ദുനിയാവിലെ പ്രയാസമല്ല. അതുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പണിയെടുക്കാ കടന്നു പോകുമ്പോ, രാവും പകലും അധ്വാനിക്കുമ്പോ, വെള്ളം കോരുമ്പോ, അതിനു വേണ്ടിയിട്ടുള്ള പരിചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ, ആ പറന്ന കാലയളവ് കടന്നെടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇനി എനിക്ക് പൊരുത്തപ്പെട്ട് തരുമോ? രണ്ടാമത് മറ്റൊരു തോട്ടം ചൂണ്ടിക്കാണിക്കുക. അവിടെ നിനക്ക് പണിയെടുക്കാൻ പറ്റുമോ? ആ പണിയെടുന്നെങ്കിൽ മാത്രമേ നിനക്ക് പൊരുത്തപ്പെട്ടു തരൂ. അങ്ങനെ മറ്റൊരു തോട്ടത്തിലേക്ക് പോവുകയാ. ആ തോട്ടത്തിന്റെ പണി പൂർത്തിയാക്കി കാലങ്ങളാ തോട്ടത്തിൽ പണി ചെയ്ത് കറങ്ങിത്തിരിഞ്ഞു വന്നു. സുബ്ഹാനല്ലാഹ്, ആ പരിസരത്തുള്ള തോട്ടങ്ങളെല്ലാം പണിയെടുപ്പിച്ചു. ഇനിയെങ്കിലും പൊരുത്തപ്പെട്ടു തരുമോ? നാളുകളേറെയായി അദ്ദേഹത്തിന്റെ തോട്ടങ്ങളിൽ മുഴുവനും പരിചരണ